So in the last lecture we have discussed about clamper circuit, positive clamper circuit and negative clamper circuit. So in this lecture we are going to discuss about the third classification of clamper circuit, that is biased clamper circuits. So in the last class we have already told there are four types of biased clamper circuits. First one is biased positive clamper with positive bias. Second one is biased positive clamper with negative bias. Third one is biased negative clamper with positive bias. And the fourth one is biased negative clamper with negative bias. So in this lecture we are going to discuss about the four types of biased clamper circuits. So in a biased clamper circuit we will be having either a positive or negative clamper circuit along with a DC voltage source. Okay, so right now we will be discussing these four types of biased clamper circuit. In that, first one is biased positive clamper with positive biased. Okay, so ഈ സർക്യൂട്ട് നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടാണ്. ഓക്കെ, പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടാണ്, അതിനോടൊപ്പം ഒരു ബയാസ്ഡ് വോൾട്ടേജ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബയാസ്ഡ് വോൾട്ടേജ് ഒരു +4 വോൾട്ടേജ് ആണ്. ഓക്കെ, സോ +4 വോൾട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്കിതിനെ ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് സ്ക്വയർ വേവ് ആണുള്ളത്. Peak to peak voltage 20 volt, each peak having 10 volt. Okay, so നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. സോ പോസിറ്റീവ് ക്ലാമ്പറും അതുപോലെ നെഗറ്റീവ് ക്ലാമ്പറും പഠിച്ചതുപോലെ അത്ര ഈസി അല്ല ഇതിൻ്റെ അനാലിസിസ്. സോ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കാണുക. സോ പോസിറ്റീവ് ക്ലാമ്പറിൽ നമ്മൾ ഓൾറെഡി കണ്ടു, ആദ്യം അനാലിസിസ് എടുക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് നമ്മൾ അതിൻ്റെ അനാലിസിസ് തുടങ്ങുന്നത്. സോ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു സർക്യൂട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് കംപ്ലീറ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. കാരണം വി ആർ ഹാവിങ് എ +4 volt at anode and cathode voltage will be always negative. അപ്പോഴെന്ത് പറയാം? anode voltage is more than cathode voltage. anode voltage cathode voltageനേക്കാളും കൂടിക്കഴിഞ്ഞാൽ diode is said to be forward biased. diode forward bias ആവുന്ന സമയത്ത് എന്താവും? diode will be acting as a short circuit. അപ്പോൾ എന്താ? the current will be flowing in this loop. okay, current will be flowing in this loop. കറണ്ട് ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊളാരിറ്റിയാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പം ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കറണ്ട് ഫ്ലോ നമുക്കറിയാം, ഇവിടെ ഇതെന്താ, ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള കപ്പാസിറ്റർ, ഇവിടെ വെച്ചിരിക്കുന്ന കപ്പാസിറ്റർ പീക്ക് വോൾട്ടേജ്, ഇൻപുട്ടിൻ്റെ പീക്ക് വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 0 to -10 വോൾട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ 0 to -10 വോൾട്ടേജ് ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഈ ഡയോഡ് എന്താണ്? ഷോർട്ട് സർക്യൂട്ടാണ്. ഡയോഡ് ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ്. ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഔട്ട്പുട്ട് സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? ഇവിടെയുള്ള വോൾട്ടേജ് +4 വോൾട്ടേജ് ആണ്. അപ്പം നമുക്ക് 0 to -10 വോൾട്ടിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +4 വോൾട്ടേജ് ആയിരിക്കും. ഡയോഡ് ഇവിടെ എന്താവും? ഡയോഡ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ? ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. സോ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുന്ന സമയത്ത് ഈ ഒരു +4 വോൾട്ടേജ് ഔട്ട്പുട്ടിന് അക്രോസ് ഇവിടെ വരും. ഔട്ട്പുട്ടിന് അക്രോസ് 4 വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു
ലൂപ്പിൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ VI പ്ലസ് 4 വോൾട്ടേജ്, അതായത് ഇവിടെ മൈനസ് പ്ലസ്, അത് VI. ഓക്കെ, പ്ലസ് VI ആയിട്ട് എടുത്തു. സോ ഇവിടെ എന്താ മൈനസ് പ്ലസ്, അപ്പോൾ പ്ലസ് 4 വോൾട്ടേജ്, ഇവിടെ പ്ലസ് മൈനസ് ആണ്, അപ്പോൾ മൈനസ് VC വിൽ ബി ഈക്വൽ ടു 0. ദെൻ VC is equal to VI plus 4 വോൾട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം VI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഈ ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് എന്ന് പറഞ്ഞാൽ VM വോൾട്ടേജ് ആണ്. VM വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് 10 വോൾട്ടേജ് ആണ്. സോ VIക്ക് പകരം 10 വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 പ്ലസ് 4 വോൾട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു 14 വോൾട്ട് ആയിരിക്കും നമുക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വാല്യൂ. സോ ഈ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കപ്പാസിറ്റർ വിൽ ബി ചാർജിങ് ടിൽ 14 വോൾട്ടേജ്. ഈ 14 വോൾട്ടേജ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? VI പ്ലസ് 4 വോൾട്ടേജ്, അതായത് ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് പ്ലസ് ഇവിടെയുള്ള ബയാസ്ഡ് വോൾട്ടേജ്, അത്രയും വോൾട്ടേജ് വരെ നമ്മുടെ ഈ കപ്പാസിറ്റർ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ചാർജ് ചെയ്യും. ഓക്കെ, ദെൻ ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കറിയാം പ്ലസ് 4 വോൾട്ട് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്താ കാരണം? ഇവിടെ എന്താ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആകെ ഉള്ളത് ഒരു 4 വോൾട്ടേജിന്റെ ഒരു ബാറ്ററിയാണ്. സോ ഔട്ട്പുട്ട് വിൽ ബി പ്ലസ് 4 വോൾട്ടേജ്. ഔട്ട്പുട്ട് വിൽ ബി പ്ലസ് 4 വോൾട്ടേജ്. ഓക്കെ, ആൻഡ് ഓൾസോ കപ്പാസിറ്റർ വിൽ ബി ചാർജിങ് ടു VM പ്ലസ് 4 വോൾട്ട്. VM പ്ലസ് 4 വോൾട്ട് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഈ VM എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് 10 വോൾട്ടേജ് ആണ്. ഓക്കെ, പ്ലസ് 4 വോൾട്ടേജ്. സോ 14 വോൾട്ട് വരെ കപ്പാസിറ്റർ ഇവിടെ ചാർജ് ആവും. 14 വോൾട്ട് വരെ കപ്പാസിറ്റർ ഇവിടെ ചാർജ് ആവും. സോ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ആക്ഷൻ. ഓക്കെ, സോ കമ്മിങ് ടു ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ നോക്കുക, 0 to 10 വോൾട്ടേജ് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പം നിങ്ങൾ നോക്കുക ഇവിടെ എന്താ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ്, അതായത് ബാറ്ററി സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് 4 വോൾട്ടേജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഇൻപുട്ട് 4 വോൾട്ടേജ് ആവുന്നത് വരെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് 4 വോൾട്ടേജ് ആവുന്നത് വരെ ഇവിടെ ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആണ്. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആവുന്ന സമയത്ത് ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്. സോ ഇതാണ് നമ്മുടെ പൊളാരിറ്റി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ടിന്റെ ടോപ്പ് സൈഡ് പ്ലസും താഴെ മൈനസും ആണ്. അതുപോലെ കപ്പാസിറ്റർ നേരത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സെയിം പൊളാരിറ്റിയിലായിരിക്കും. കാരണം കപ്പാസിറ്റർ ഇവിടെ ഓൾറെഡി ചാർജ്ഡ് ടു VM പ്ലസ് 4 വോൾട്ടേജ് ആണ്. ഓക്കെ, ദെൻ 4 വോൾട്ടേജ് ആവുന്നത് വരെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ 4 വോൾട്ടേജ് ആവുന്നത് വരെ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ 4 വോൾട്ടേജ് ആവുന്നത് വരെ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. ദെൻ പ്ലസ് 4 വോൾട്ടേജ് മുതൽ 10 വോൾട്ട് വരെ ഡയോഡ് എന്താവും? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഡയോഡ് എന്താവും? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. പ്ലസ് 4 വോൾട്ടേജ് മുതൽ 10 വോൾട്ടേജ് വരെ, 4 വോൾട്ടേജ് മുതൽ 10 വോൾട്ടേജ് വരെ ഡയോഡ് എന്താവും? റിവേഴ്സ് ബയാസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ? അവിടെ കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡായി. ആനോഡിൽ പ്ലസ് 4 വോൾട്ടേജ് ഉള്ളൂ, ഇവിടെ പ്ലസ് 4 വോൾട്ടേജ് ഇൻപുട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? സോ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ടിൽ പ്ലസ് 4 വോൾട്ടേജ്. ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ് ഫ്രം പ്ലസ് 4 വോൾട്ടേജ് ടു പ്ലസ് 10 വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള കറണ്ട് ഫ്ലോ ഔട്ട്പുട്ട് സൈഡിലോട്ടേ ആയിരിക്കും, ഈ റെസിസ്റ്ററിലോട്ടേ ആയിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. കാരണം ഈ ഒരു പാത്ത് ഇവിടെ ഓപ്പൺ സർക്യൂട്ടായി. ഓക്കെ, സോ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ടെർമിനലിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇൻപുട്ടിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. സോ ഈ ഒരു പാത്തിൽ നമ്മൾ KVL എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം VI അതേ സെയിം പൊളാരിറ്റിയിലാണ് കപ്പാസിറ്റർ വോൾട്ടേജ് ഉള്ളത്. സോ VI പ്ലസ് VC, ഇവിടെ പ്ലസ് മൈനസ് ആണ്. സോ മൈനസ് V0 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. VI പ്ലസ് VC മൈനസ് V0 ഈക്വൽ ടു 0.
അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും V0 ഈക്വൽ ടു VI പ്ലസ് VC. V0 ഈക്വൽ ടു VI പ്ലസ് VC. നമുക്ക് ഓൾറെഡി അറിയാം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ കപ്പാസിറ്റർ VM+4 വോൾട്ടേജ് വരെ ചാർജ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ VM+4 വോൾട്ടേജ് ചാർജ് ചെയ്തിരിക്കുകയാണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഒരു കപ്പാസിറ്റർ ആ ചാർജ് ചെയ്ത വോൾട്ടേജ് ഇറ്റ് വിൽ ബി ഡിസിപ്പേറ്റിംഗ് ത്രൂ ദ റെസിസ്റ്റർ. ഈ ഒരു റെസിസ്റ്റർ വഴി അത് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, എത്ര വോൾട്ടേജ്? VM+4 വോൾട്ടേജ് അത് ഡിസ്ചാർജ് ചെയ്യും. സോ ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈക്വൽ ടു VI പ്ലസ് VC. VCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? VM+4 വോൾട്ടേജ് എന്ന് എഴുതാലോ. അതുപോലെ VIയുടെ പീക്ക് വാല്യൂ VM ആണല്ലോ. സോ ഫൈനലി നമുക്ക് എഴുതാം V0 ഈക്വൽ ടു ഈ VIക്ക് പകരം എന്താണ്? VIയുടെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ VM ആണ്. VM പ്ലസ് നമുക്ക് ഇവിടെയുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് VC എന്ന് പറഞ്ഞാൽ VM+4 വോൾട്ടേജ് ആണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ നമുക്ക് VM+4 വോൾട്ടേജ് എന്ന് എഴുതാം. സോ അൾട്ടിമേറ്റ്ലി VM+4 വോൾട്ടേജ്, അതായത് VM എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് വാല്യൂ 10 വോൾട്ടേജ് ആണ്. 10+10+4. ഓക്കെ, സോ ടോട്ടൽ 24 വോൾട്ടേജ് ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, when diode reverse bias ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജസ് ഓൾറെഡി ചാർജ്ഡ് VM+4 വോൾട്ടേജ്, അതായത് ഓൾറെഡി കപ്പാസിറ്റർ VM+4 വോൾട്ടേജ് ചാർജ്ഡ് ആണ്. ആ ഒരു കപ്പാസിറ്റർ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡിസ്ചാർജ് ചെയ്യും. എത്ര വോൾട്ടേജ്? VM+4 വോൾട്ടേജ്. Then output voltage will be 2VM+4 voltage, which will be equal to 24 volt. 24 volt ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട്. സോ ഈ ഒരു കേസിൽ, അതായത് ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ്, ഈ ഒരു കേസിൽ നമുക്ക് എന്താ, ഫസ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 4 വോൾട്ടേജ് ആയിരുന്നു ഔട്ട്പുട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 24 വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട്. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഇപ്പം ഡെറിവേഷൻ മീൻസ് അനാലിസിസ് ഇപ്പൊ കണ്ടല്ലോ. അനാലിസിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ടഫർ വെൻ കമ്പയർഡ് ടു പോസിറ്റീവ് ക്ലാമ്പർ ആൻഡ് നെഗറ്റീവ് ക്ലാമ്പർ. ഓക്കെ, സോ അതിന് പകരം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേവ് ഫോം വരക്കണമെങ്കിൽ ഇത് മാത്രം ആലോചിച്ചാൽ മതി. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്കറിയാം, പോസിറ്റീവ് ക്ലാമ്പറിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസിക്കൽ ടു VI പ്ലസ് VC ആണ് അല്ലേ. പോസിറ്റീവ് ക്ലാമ്പറിന്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VI പ്ലസ് VC ആണ്. അതിനോടൊപ്പം ആ ബാറ്ററി വോൾട്ടേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാറ്ററി വോൾട്ടേജ് എത്രയാണ്? +4 വോൾട്ടേജ് ആണ്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ VI ഇസിക്കൽ ടു VC ഈക്വൽ ടു VM ആണ്. സോ ഇവിടെ നമുക്ക് 2VM, ഇവിടെയുള്ള ബാറ്ററി വോൾട്ടേജ് എന്താ? പോസിറ്റീവ് പൊളാരിറ്റി ആണ്. സോ +4 വോൾട്ടേജ്. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 10+10+4. 24 വോൾട്ട് ആണ് ഇവിടെയുള്ള ഔട്ട്പുട്ട്. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ നിങ്ങൾ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ പോസിറ്റീവ് ക്ലാമ്പറിൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഓക്കെ, അതിനോടൊപ്പം ഈ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ V0 ഈക്വൽ ടു 0 പ്ലസ് ബാറ്ററി വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ബാറ്ററി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ +4 വോൾട്ടേജ് ആണ്. സോ 0+4 വോൾട്ടേജ് വിച്ച് വിൽ ബി അൾട്ടിമേറ്റ്ലി V0 is equal to 4 വോൾട്ടേജ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 24 വോൾട്ട് ഔട്ട്പുട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 4 വോൾട്ട് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. സോ അത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എത്രയാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ +24 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ +4 വോൾട്ടേജും. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ +24 വോൾട്ടേജും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ +4 വോൾട്ടേജും ആണ് ഇവിടെയുള്ള. ഓക്കെ, സോ അത് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാം. +24 വോൾട്ടേജ് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ +4 വോൾട്ടേജ്. സോ അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ് കണ്ടീഷൻ. ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡ്. ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്, അതിനോടൊപ്പം എന്താ? ഒരു നെഗറ്റീവ് ബയാസ് വോൾട്ടേജ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നെഗറ്റീവ് ബയാസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു -4 വോൾട്ടേജ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് സിഗ്നൽ ആണ് ഇവിടെ നമുക്കുള്ളത്. പീക്ക് ടു പീക്ക് വാല്യൂ 2VM ആണ്. ഓക്കെ, +10 വോൾട്ട് -10 വോൾട്ട്. സോ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ 20 വോൾട്ട്. ഓക്കെ,
സോ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. കാരണം പോസിറ്റീവ് ക്ലാമ്പറിൽ നമ്മൾ ആദ്യം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ടിന്റെ പൊളാരിറ്റി. അതായത് മുകൾ ഭാഗത്ത് മൈനസും താഴെ പ്ലസും ആയിട്ടായിരിക്കും ഇൻപുട്ടിന്റെ പൊളാരിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഓക്കെ -4 വോൾട്ടേജ്, അതായത് -4 വോൾട്ടേജ് വരെ ഈ ഡയോഡ് എന്തായിരിക്കും, റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും അല്ലേ. കാരണം എന്താ, -4 വോൾട്ടേജ് വരെ കാത്തോഡ് വോൾട്ടേജ് ഈസ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് വോൾട്ടേജ്. ആനോഡ് വോൾട്ടേജിനെക്കാളും കാത്തോഡ് വോൾട്ടേജ് ഈസ് മോർ പോസിറ്റീവ്. അപ്പോഴെന്താവും, ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാവും. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആവും. ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്താണോ ഇൻപുട്ടിലുള്ളത് അതൊക്കെ ഔട്ട്പുട്ടിലേക്കും എത്തും. സോ ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 വോൾട്ടേജ് ആയിരിക്കും. -4 വോൾട്ടേജ് വരെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. -4 വോൾട്ടേജ് വരെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ്, -4 വോൾട്ടേജ് വരെ എന്താണ്, ഈ ഡയോഡ് എന്തായിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടായി. ഓപ്പൺ സർക്യൂട്ട് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സോ ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -4 വോൾട്ടേജ് വരെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ദെൻ -4 വോൾട്ട് ടു 10 വോൾട്ട്, -4 വോൾട്ട് മുതൽ -10 വോൾട്ടേജ് വരെ എന്താവും, ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡായി. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡായി. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ്, ഡയോഡ് ഒരു ഫോർവേഡ് ബയാസ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സമയത്ത് ഡയോഡ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഡയോഡ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോഴെന്താ, കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും, കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യും അല്ലേ. കറണ്ട് ഈ ഒരു ലൂപ്പിൽ ആ സമയത്ത് ഫ്ലോ ചെയ്യും. So diode here it will be reverse biased till -4 volt and diode will be forward biased from -4 volt to -10 volt. -4 volt to -10 volt diode എന്താവും, ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും -4 വോൾട്ടേജ് വരെ. ദെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ് ആൻഡ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് കറണ്ട് വിൽ ബി സർക്കുലേറ്റിംഗ് ഇൻ ദിസ് ലൂപ്പ്. ഓക്കെ, ആ സമയത്ത് കറണ്ട് വിൽ ബി സർക്കുലേറ്റിംഗ് ഇൻ ദിസ് ലൂപ്പ്. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, -4 വോൾട്ടേജ് തന്നെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് വരും. കാരണം എന്താ, ഇത് ഷോർട്ട് സർക്യൂട്ട് ആയാലും നമുക്ക് ഇവിടെ -4 വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് തന്നെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് എത്തും. സോ ഇവിടെ നമ്മൾ ഫോർവേഡ് ബയസ് ആവുന്ന കണ്ടീഷൻ, അതായത് -4 വോൾട്ട് മുതൽ -10 വോൾട്ടേജ് വരെ ഫോർവേഡ് ബയസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്ത് എന്താ, കറണ്ട് ഈ ഒരു ലൂപ്പിലാണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, ഈ ഒരു ലൂപ്പിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു ലൂപ്പിൽ നമ്മൾ KVL എടുക്കുകയാണെങ്കിൽ ഓക്കെ, VI അതായത് -+VI ആയിട്ട് എടുത്തു. ദെൻ ആ സമയത്ത് ഇവിടെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താ, -4 വോൾട്ടേജ്. ഓക്കെ, ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആണ്. ദെൻ കപ്പാസിറ്റർ നമുക്കറിയാം, ഈ ഒരു പാത്തിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ വിൽ ബി ചാർജിങ് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ +- ആണ് ഇവിടെയുള്ള കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി. സോ നമ്മൾ ഈ KVL എടുക്കുന്ന സമയത്ത് -VC ആയിരിക്കും. -VC വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, VC is equal to VI -4. VC is equal to VI -4 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് VIൻ്റെ പീക്ക് വാല്യൂ നമുക്കറിയാം +10 വോൾട്ട് ആണ്. സോ 10 വോൾട്ട് -4 വോൾട്ട്. സോ വി ആർ ഗെറ്റിംഗ് VC, കപ്പാസിറ്റർ ചാർജിങ് വോൾട്ടേജ് ആസ് 6 വോൾട്ട്. കപ്പാസിറ്റർ 6 വോൾട്ട് വരെ ചാർജ് ചെയ്യും ഇവിടെ. ഓക്കെ, സോ വെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്, കപ്പാസിറ്റർ ചാർജസ് ടു VM-4 വോൾട്ട്. VM-4 വോൾട്ട് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. VM എന്ന് പറഞ്ഞാൽ +10 വോൾട്ട്, പീക്ക് വാല്യൂ +10 വോൾട്ട് ആണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VM-4 വോൾട്ടേജ് ആണ്. സോ 10 - 4 6 വോൾട്ട് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും.
Okay, and output voltage will be -4 volt. Output voltage ഇവിടെ -4 volt ആയിരിക്കും. കാരണം ഇനീഷ്യലി 4 volt വരെ എങ്ങനെയാണ്, ഇനീഷ്യലി 4 volt -4 voltage വരെ എന്താണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു അല്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ ആ സമയത്ത് എന്തായിരുന്നു, നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ആയിരുന്നു. അതിനുശേഷം എന്താ, ഡയോഡ് ഫോർവേഡ് ബയസ് ആയി. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പം കറണ്ട് ഈ ഒരു പാത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുക. ആ സമയത്തും നിങ്ങൾ ഔട്ട്പുട്ട് സൈഡ് നോക്കുന്ന സമയത്ത് എന്താ, ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -4 വോൾട്ടേജ് ആയിരിക്കും. -4 വോൾട്ട് ആയിരിക്കും ഇവിടെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഈ ഒരു കേസിൽ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -4 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, നൗ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, ഫുൾ വോൾട്ടേജ്, അതായത് 0 to 10 വോൾട്ടേജ് വരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കാരണം ഇവിടെ എന്താ, നമ്മളൊരു നെഗറ്റീവ് ബയാസ് അല്ലെ നെഗറ്റീവ് ബാറ്ററിയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആ സൈക്കിളിൽ ഇവിടെ എന്താ, ഒരിക്കലും ഡയോഡ് ഫോർവേഡ് ബയാസ് ആവാൻ പോകുന്നില്ല. ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ഇൻ ടോട്ടൽ 0 to 10 വോൾട്ട് വരെ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലായിരിക്കും. സോ കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയസ്ഡ് ചെയ്യാറ്. ഓക്കെ, സോ ഇവിടെ എന്താ ലൂപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ലൂപ്പ്. കാരണം എന്താ, ഇവിടെ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ്. സോ ഇതായിരിക്കും നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. സോ നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും, മൈനസ് പ്ലസ്, അത് നമ്മൾ പ്ലസ് VI ആയിട്ട് എടുത്തു, പ്ലസ് VI then plus VC minus V0 which will be equal to 0. Okay, then rearrange ചെയ്യുന്ന സമയത്ത് നമുക്ക് V0 equal to VI plus VC എന്ന് എഴുതാം. V0 equal to VI plus VC എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം VC എന്ന് പറയുന്നത്, അതായത് കപ്പാസിറ്റർ പറഞ്ഞു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ VM-4 വോൾട്ട് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ചാർജ് ചെയ്ത ആ കപ്പാസിറ്റർ ഇറ്റ് വിൽ ബി ഡിസ്ചാർജ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും, ഈ ലോഡ് റെസിസ്റ്റർ RLലൂടെ ഡിസ്ചാർജ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഈ VC എന്ന് പറയുന്ന വാല്യൂവിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, VM-4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ VI is equal to പീക്ക് വോൾട്ടേജ് VM. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ നമുക്ക് എഴുതാം, VM പ്ലസ് ഈ VCക്ക് പകരം VM-4 which will be equal to 10 plus 10 minus 4 which will be equal to 16 volt. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 16 വോൾട്ട് ആയിരിക്കും. സോ ഹിയർ when diode is reverse bias, the capacitor discharges already charged VM-4 volt. ഓൾറെഡി കഴിഞ്ഞ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ചാർജ് ചെയ്ത VM-4 വോൾട്ട് എന്നുള്ള വോൾട്ടേജ് വാല്യൂ കപ്പാസിറ്റർ ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യും. ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹിയർ ഈസ് 2 VM-4 വോൾട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു 16 വോൾട്ട്. അപ്പോൾ 16 വോൾട്ട് ആണ് ഇവിടെയുള്ള ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടി, -4 വോൾട്ടേജ് എന്ന് കിട്ടി. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 16 വോൾട്ടേജ് കിട്ടി. ഓക്കെ, സോ സിമ്പിളായിട്ട് അനാലിസിസ് അല്ലാതെ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ, അതായത് ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡ്, ഒരു പോസിറ്റീവ് ക്ലാമ്പറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്കറിയാം V out is equal to VI plus VC ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനോടൊപ്പം ആ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പോസിറ്റീവ് ക്ലാമ്പറിന്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VI plus VC ആണ്, അതിനോടൊപ്പം ബാറ്ററി വോൾട്ടേജ്, ഇവിടെ ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത് -4 വോൾട്ടേജ് ആണ്. അപ്പോൾ VM plus VM -4 വോൾട്ടേജ്. ഓക്കെ, 10 plus 10 -4 വോൾട്ടേജ് വിച്ച് വിൽ ബി ഈക്വൽ ടു 16 വോൾട്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ നമുക്കറിയാം പോസിറ്റീവ് ക്ലാമ്പറിൽ V out is equal to 0 ആണ്. അപ്പോൾ അതിനോടൊപ്പം ഇവിടെയുള്ള ബയാസ് വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബാറ്ററി വോൾട്ടേജ് ഇവിടെ -4 വോൾട്ട് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is equal to -4 വോൾട്ട് ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -4 വോൾട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 16 വോൾട്ടും നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ അത് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -4 വോൾട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 16 വോൾട്ട് ആയിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ. സോ അതിവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ +16 ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ, -4 വോൾട്ടേജ് ആണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. സോ അതാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തത്. സോ ഇതാണ് ഒരു ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബയാസ്ഡ് നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ്, ഇതിന്റെ അനാലിസിസ് ഞാൻ പറയുന്നില്ല. അനാലിസിസ് നിങ്ങളിപ്പോൾ നേരത്തെ നമ്മൾ ബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ കണ്ടതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ബയാസ്ഡ് നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു നെഗറ്റീവ് ക്ലാമ്പറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഓക്കെ, അതിനോടൊപ്പം ആ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ബാറ്ററി വോൾട്ടേജ് ഇവിടെ എത്ര കൊടുത്തത്, പോസിറ്റീവ് ബയാസ്ഡ് ആണ്, അപ്പോൾ +4 വോൾട്ടേജ്. അപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു 0 + 4 വോൾട്ടേജ് which will be output voltage will be is equal to +4 volt in case of positive half cycle of biased negative clamper with positive biased. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നെഗറ്റീവ് ക്ലാമ്പറിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് which will be equal to -Vi - Vc. -Vi - Vc ആണ് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അതിനോടൊപ്പം നമ്മൾ ഈ ബാറ്ററി വോൾട്ടേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ -10 എത്ര, ഇവിടെയുള്ള ബാറ്ററി വോൾട്ടേജ് +4 വോൾട്ടേജ് ആണ്. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു -16 വോൾട്ട് എന്ന് കിട്ടും. വി ഔട്ട് ഈസ് ഈക്വൽ ടു -16 വോൾട്ട് എന്ന് കിട്ടും. സോ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 4 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -16 വോൾട്ടും അല്ലേ. സോ അതിവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ +4 വോൾട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ +4 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -16 വോൾട്ടേജ്. ഇവിടെ +4 വോൾട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -16 വോൾട്ടും ആണ് ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇൻപുട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ, നമ്മുടെ ഔട്ട്പുട്ടിന്റെ DC റെഫറൻസ് ലെവൽ ഷിഫ്റ്റഡ് ഡൗൺവേർഡ്സ്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്ലാമ്പർ. ഓക്കെ, സോ and the last case is negative biased negative clamper with negative biased negative clamper with നെഗറ്റീവ് ബയസ്. ഇതിന്റെ അനാലിസിസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു നെഗറ്റീവ് ക്ലാമ്പറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. സോ ബയാസ്ഡ് നെഗറ്റീവ് ക്ലാമ്പർ ആവുന്ന സമയത്ത് അതിനോടൊപ്പം നമ്മൾ ആ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബാറ്ററി വോൾട്ടേജ് ഇവിടെ -4 വോൾട്ട് ആണ്. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു 0 - 4 which will be equal to -4 വോൾട്ട്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം നെഗറ്റീവ് ക്ലാമ്പറിന്റെ കേസിൽ -2 Vm ആണ് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ അതിനോടൊപ്പം നമ്മുടെ ബാറ്ററി വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് -20 - 4 which will be is equal to -24 വോൾട്ട്. -24 വോൾട്ട് ആണ് ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ -4 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -24 വോൾട്ടും. സോ അത് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ -4 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -24 വോൾട്ടും. ഇതാണ് നമുക്കിവിടെ കിട്ടിയ ഔട്ട്പുട്ട്. സോ അതിവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് -4 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് -24 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. സോ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലോട്ട് വരിക. സോ ഇതോടുകൂടി ബയാസ്ഡ് ക്ലാമ്പർ സർക്യൂട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു.